അല്ല ഗൈസ്, എന്തൊക്കെയുണ്ട് വിശ്വാസം? സുഖമാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സൂക്കിൽ വന്ന കേട്ടോ, മാഡത്തിനിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരത്തിങ്ങനെ നല്ല തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ ന്യൂസ് ഇങ്ങനെ കേട്ടപ്പോൾ ഒരു വോയിസ് ഇടാന്ന് വെച്ച്. ഓക്കെ, അങ്ങനെ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പെണ്ണ് വന്നിട്ട് ഇന്ന അവിടെ പിച്ച് ഇവിടെ മാന്തി കോൾ ചെയ്ത് അങ്ങനത്തെ വേണ്ടത്തെ വർത്തനം പറഞ്ഞ് കണ്ണുരുട്ടി നോക്കി എന്ന് പറഞ്ഞിട്ട് ഓരോരോ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരാണ് ഉയർന്നു വരുമ്പോൾ, അയാളെ പ്രയത്നം കൊണ്ട് ഉയർന്നു വരുമ്പോൾ അയാൾ അടിച്ചമർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലമായിട്ട്, ഇപ്പോൾ കുറച്ച് അടുപ്പിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു 2 മാസം, ഒരു 3 മാസത്തിൻ്റെ ഇങ്ങോട്ട് എത്ര പീഡന പരാതികളാണ് ഇന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ പീഡന പരാതിയൊക്കെ ഇന്ന് എവിടെ പോയി? നമ്മുടെ ജയസൂര്യ സിനിമാ നടൻ. ഇപ്പോൾ എത്ര അങ്ങനെ കുറേ ആൾക്കാർ, കുറേ ഉയർന്ന ഇതിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ കാരണം ഇവർക്ക് എന്താണ് റീച്ചാണ് വേണ്ടത്, ഈ പരാതി കൊടുക്കുന്ന ആൾക്കാർ. ഇത് സത്യമാണോ അല്ലേ എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഇതാണെച്ചെങ്കിലോ സാധാരണ മാധ്യമങ്ങൾ ഇട്ടലക്കുക. ഇത് തെറ്റാണോ ശരിയാണെന്നുള്ളതൊന്നും അവിടെ സംസാരമില്ല. ആ സാധു കെട്ടിപ്പൊക്കിയ ഉയർന്ന ആ ഒരു പദവികളൊക്കെ പൊഴിഞ്ഞു പോവുകയാണ് ഈ ഒരു പരാതിയോട് കൂടിയിട്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പരാതി പെട്ട് കേസായി ഇത് സംഭവം ഇങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പരാതി കൊടുത്ത പെണ്ണ് ഈ ഒരു സ്ത്രീക്ക് ഒരു കുഴപ്പമില്ല. അവരെ പേര് പറയുന്നില്ല, അവരെ ഫോട്ടോ കാണിക്കുന്നില്ല, അവരേത് നാട്ടിലെന്ന് കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. ഇത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളും മിണ്ടുന്നില്ല. പക്ഷെ കുടുങ്ങുന്നത് ആരാണ്? ഈ ആണുങ്ങളാണ്. ആണുങ്ങളെ ഫോട്ടോ കാണിക്കുന്നു, ആ സാധുകൾ മുഖം മറച്ചു പോണ്, എല്ലാം ചെയ്യുന്നു. ഇത് ലാസ്റ്റ് നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ പരാതി കൊടുത്ത പെണ്ണിൻ്റെ ഫോട്ടോ വലിച്ചു കീറണം. ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് കള്ളപ്പരാതികളെ കൊടുക്കുന്നത്. കള്ളപ്പരാതികൾ ഏതെങ്കിലും ഇപ്പോൾ അടുത്ത് വെച്ചിട്ട് ഏതെങ്കിലും കേസ് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ? ഈ പരാതി കൊടുത്ത് ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ? ഓരോ സമ്മതത്തോടു കൂടി ചാറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, പിന്നെ വാക്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അവരെ സമ്മതത്തോട് കൂടിയിട്ടല്ലേ, അല്ല പിടിച്ച് ബലാത്സംഗം ചെയ്യണമെന്നും എല്ലാവരും. ഇപ്പോൾ വേടൻ്റെ കാര്യം തന്നെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞത്. 3 കൊല്ലം ഒപ്പം ജീവിച്ചിട്ടുള്ള ആ പെണ്ണാണ് പറഞ്ഞത് ബലാത്സംഗം ചെയ്തെന്ന്. ലാസ്റ്റ് കോടതി എന്തിനാ പറഞ്ഞത്? ഉഭയകക്ഷി സമ്മതത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എങ്ങനെ ബലാത്സംഗമാവാന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ നാട്ടിൽ നടക്കുന്ന ട്രെൻഡ്. പരാതി കൊടുക്കുക, പീഡന പരാതി കൊടുക്കുക, അല്ലെങ്കിൽ പിച്ചി മാന്തി എന്നുള്ള പരാതി കൊടുക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്ത് ചാറ്റ് ചെയ്യുമ്പോൾ ഇവരും ചാറ്റ് ചെയ്തിട്ടല്ലേ അങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും പ്രതികരിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.